സ്നേഹരാഗം നീട്ടിടും മണിവീണയാണു നീ. സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ. സ്നേഹമാം പ്രശോഭ വിതറും താരമാണു നീ. സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധിയെ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധിയെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള ചില അനുഭവങ്ങളും ചിന്തകളുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വീടാണ് ആദ്യ പാഠശാലയെന്നും അമ്മയാണ് ആദ്യ അധ്യാപികയെന്നുമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് യഥാർത്ഥമാണെന്നും സത്യമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സഹായം എന്താണെന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എത്രമാത്രം ആഴമുള്ളതാണെന്നും ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. വളരെ ചെറുപ്പത്തിലെ അമ്മ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു. മാതാപിതാക്കളോടും സഹോദരരോടും കൂടെ ചേർന്നുള്ള ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അമ്മ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നതും അമ്മ സങ്കടപ്പെടുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ സങ്കടങ്ങളും തൻ്റെ വേദനകളും തൻ്റെ കണ്ണീരുമൊക്കെ പരിശുദ്ധ ദൈവമാതാവ് കാണുന്നുണ്ട്. തൻ്റെ സഹനങ്ങൾക്ക് അമ്മ ഉത്തരം നൽകും എന്ന വലിയ വിശ്വാസവും പ്രതീക്ഷയുമൊക്കെയാണ് ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയോട്, പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്, കണ്ണീരോടെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അമ്മയെ പ്രേരിപ്പിച്ചത്. ഈ മാതൃക, ഈ അമ്മയുടെ ചിത്രം എൻ്റെ മനസ്സിൽ ആഴമായി ഇന്നും പതിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് എനിക്ക് അനുഭവമുണ്ടായതും അറിവുണ്ടായതും അമ്മ എപ്പോഴും സഹായിക്കുന്നവളാണെന്നും പ്രാർത്ഥന കേൾക്കുന്നവൾ ആണെന്നും സഹനങ്ങളിൽ ആശ്വാസം നൽകുന്നവളാണെന്നും എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ അമ്മയിലൂടെ തന്നെയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ എൻ്റെ ചാച്ചൻ്റെ തറവാട്ടിൽ നിന്നാണ് പഠിച്ചത്. അവിടെ എൻ്റെ ചാച്ചൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ പ്രാർത്ഥനയുടെ ഉത്തമമായ ഒരു മാതൃകയായിരുന്നു. ജപമാല അമ്മൂമ്മയ്ക്ക് വലിയ ആയുധമായിരുന്നു. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ അടുത്തുള്ള കൊവേന്തപ്പള്ളിയിലേക്ക് അമ്മൂമ്മ എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അമ്മൂമ്മയുടെ ദിനചര്യയുടെ ഭാഗമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. വീട്ടിൽ നിന്ന് കൊവേന്തപ്പള്ളി എത്തുന്നതുവരെയുള്ള ആ യാത്ര ഒരു തീർത്ഥയാത്രയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങും ജപമാല പ്രാർത്ഥനയുടെ അതിരഹസ്യങ്ങൾ. തുടർന്ന് പലതരത്തിലുള്ള പ്രാർത്ഥനകളും ജപങ്ങളുമൊക്കെ അമ്മൂമ്മ ചൊല്ലിയിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോട് അമ്മമ്മയിലൂടെയുള്ള ഭക്തി എനിക്കും പകർന്നു കിട്ടി. ഞാനും ആഴമായിട്ട് അമ്മയിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതെനിക്ക് വലിയ പ്രചോദനമായിരുന്നു. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വിജയങ്ങളും പരാജയങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മ അറിയുന്നുണ്ട് എന്ന വലിയൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു.
തനിച്ച് യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ, അത് രാത്രികാലങ്ങളിലും തനിച്ചു പോകുന്ന സന്ദർഭങ്ങളിലുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോയാൽ ഒരാപത്തും വരില്ല എന്ന ഒരു ബോധ്യം വളരെ കുഞ്ഞുനാളിലെ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്ര മനോഹരമായൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായത് ഇങ്ങനെ എൻ്റെ മുതിർന്ന മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെയാണ്. അങ്ങനെ ബാല്യകാലം മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് കുടുംബത്തിലുണ്ടായിരുന്നു. എനിക്കും അത് പകർന്നു കിട്ടി. 10 ദിവസത്തെ ജപമാല പ്രാർത്ഥനയ്ക്ക് മത്സരബുദ്ധിയ മുടങ്ങാതെ പോയി പ്രാർത്ഥിക്കുന്ന നല്ല പതിവ് എനിക്കുണ്ടായിരുന്നു. വീട്ടിലെ സഹോദരങ്ങളെല്ലാവരും 10 ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകാനും ഈ ജപമാല പ്രാർത്ഥന 10 ദിവസവും മുടങ്ങാതെ കൂടാനുമൊക്കെ ആയിട്ടുള്ള പ്രേരണ ഉണ്ടായിരുന്നു. ഞങ്ങളത് മത്സരിക്കുമായിരുന്നു. ഒരു ദിവസവും മുടങ്ങാതെ പോകാൻ പരിശ്രമിക്കുമായിരുന്നു. ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെയും യാചിച്ചതിനുമൊക്കെ അനുഭവവും അടയാളവുമൊക്കെ ആയിട്ടാണ് എനിക്കുള്ള വിളി തിരിച്ചറിയുവാൻ, എൻ്റെ ദൈവവിളി തിരിച്ചറിയുവാൻ എന്നെ സഹായിച്ചത്. തറവാട്ടിലായിരുന്ന അവസരത്തിൽ അമ്മൂമ്മ ഇടയ്ക്കെല്ലാം ചോദിക്കുമായിരുന്നു, നിങ്ങളിൽ ആരാണ് അച്ഛനാകാൻ പോകുന്നതെന്ന്. പൗരോഹിത്യത്തെക്കുറിച്ചോ വൈദിക ജീവിതത്തെക്കുറിച്ചോ വലിയ അറിവോ പരിജ്ഞാനമോ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നു, ഞാൻ പോകാമെന്ന്. ആ വിളി എന്നിൽ ആഴപ്പെടാനും വളരുവാനുമൊക്കെ ഇടയായിത്തീർന്നു. എൻ്റെ മാതാപിതാക്കളും സഹോദരികളും കുടുംബാംഗങ്ങളുമൊക്കെ എന്നെ ദൈവവിളി പ്രോത്സാഹിപ്പിച്ചു, അവർ വളർത്തി. ഞാൻ വൈദികനാകണമെന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിലൂടെ എന്നിലും ആ ആഗ്രഹം രൂപപ്പെടുകയും അത് വളരുകയും ചെയ്തു. അങ്ങനെ ഞാൻ സെമിനാരി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവിടെയും ബഹുമാനപ്പെട്ട രക്തച്ഛനായിരുന്ന ജോർജ് മൂലയിലച്ഛൻ വലിയ മരിയഭക്തനായിരുന്നു. അച്ഛൻ്റെ നിരന്തരമായ പ്രാർത്ഥന, ജപമാലയോടുള്ള ഭക്തി എന്നിലും ആഴപ്പെടാനും എന്നിലും രൂപപ്പെടാനൊക്കെ ഇടയായിത്തീർന്നു. 10 ദിവസത്തെ ജപമാല പ്രാർത്ഥന സെമിനാരിലെ വിദ്യാർത്ഥികളെല്ലാവരും വലിയ ആഘോഷത്തോടെ നടത്തിയിരുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലുള്ള പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സെമിനാരി ജീവിതകാലത്തും അത് കുറേ കൂടി ആഴപ്പെടാനും വർദ്ധിതമാകാനും ഒക്കെ ഇടയായിത്തീർന്നു. രക്തച്ഛൻ്റെ മാതൃക, പ്രാർത്ഥനാ ജീവിതം, നല്ല ഉപദേശങ്ങൾ, തിരുത്തലുകൾ ഒക്കെ നല്ല ഒരു വൈദികനാകണമെന്ന ആഗ്രഹം എന്നിൽ ആഴപ്പെടുകയും അതിന് പരിശുദ്ധ അമ്മ നിത്യസഹായമാണെന്നും പരിശുദ്ധ അമ്മ എന്നും അഭയമായി നിൽക്കുമെന്നും പരിശീലന കാലത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ രൂപപ്പെടുത്തലിൽ എന്നെ വൈദികനാക്കുന്നതിൽ പ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് വെറും അറിവല്ല, അനുഭവമാണ് എന്ന് ഇതിലൂടെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുകയാണ്. 1996 ജനുവരി മാസം 4-ാം തീയതിയാണ് ഞാനൊരു വൈദികനായ അഭിഷിക്തനായത്. അഭിവന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവിൽ നിന്ന് ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. എൻ്റെ ആദ്യ നിയമനം മാനന്തവാടി രൂപതയുടെ ചുങ്കക്കുന്ന് ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടായിരുന്നു. അത് ഫാത്തിമാതാവ് നാമത്തിലുള്ള ദേവാലയമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മനോഹരമായ തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിലും ഗ്രോട്ടോയിലും അവിടെ സ്ഥാപിതമായിരുന്നു. ആ ഗ്രോട്ടോയിലും മാധവൻ തിരുസ്വരൂപത്തിന് മുമ്പിലുമൊക്കെ ജപമാല ചൊല്ലി ഏകാന്തതയിൽ പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് ധാരാളം ദൈവാനുഗ്രഹം ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിശാലമായ ഒരു ഇടവകയായിരുന്നു ചുങ്കക്കുന്ന് ഇടവക. 1000-ൽ പരം കുടുംബങ്ങളുള്ള വിശാലമായ ഇടവക. ഇടവക സന്ദർശനവും ഭവന സന്ദർശനവും വാർഡ് പ്രാർത്ഥനകളും ഒക്കെ ശക്തി പകരുന്ന അവസരങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭക്തി പ്രചരിപ്പിക്കാനും എനിക്ക് തന്നെ ആ ഭക്തിയിൽ വളരുവാനുമൊക്കെയുള്ള സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് 1997 മെയ് മാസം ഞാൻ വീണ്ടും ഫാത്തിമാതാവ് നാമത്തിലുള്ള കുന്നലാടി ബെക്കി എന്ന ഇടവകളുടെ വികാരിയായിട്ട് നിയമിതനായി. അസ്വസ്ഥമായ ചില അന്തരീക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യ വികാരിയായിട്ടാണ് നിയമിതനായത്. അതുകൊണ്ട് തന്നെ ചില അസ്വസ്ഥതകളും ഭയവുമൊക്കെ എന്നെ അലട്ടിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായിട്ട് പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ
എനിക്ക് പ്രചോദനവും പ്രേരണയും ഉണ്ടായി. ധാരാളം സമയം ജപമാലയിൽ പ്രാർത്ഥിക്കാനും ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചിരുന്നു. ഇടവകയുടെ ഭരണം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും സഹായവും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇടവക ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് വലിയൊരു തുടക്കമായിരുന്നു. ആരംഭത്തിൽ എല്ലാവരും വലിയ ഉത്സാഹത്തോടെ തന്നെ ദേവാലയ നിർമ്മാണത്തിനുള്ള സംഭാവനകൾ നൽകാൻ വേണ്ടി സന്നദ്ധരായി. കാരണം കാർഷിക വിളകളുടെ വിലയായിരുന്നു, സമൃദ്ധിയുടെ കാലമായിരുന്നു അത്. എല്ലാ വിളകൾക്കും നല്ല വില ലഭിച്ചിരുന്നു. പള്ളിപണി ആരംഭിച്ച് വർഷമൊന്ന് പിന്നിട്ടപ്പോൾ കാർഷിക വില തകർച്ച ആകെ അസ്വസ്ഥമാക്കി. എല്ലാവരും ഭയപ്പാടോടെ നോക്കി എങ്ങനെയാണ് ദേവാലയം പണി പൂർത്തിയാക്കുക. ജനങ്ങളെല്ലാം സംഭാവന നൽകാനായിട്ട് സാധിക്കാതെ വിഷമിച്ചു. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സഹായം ലഭിക്കും എന്ന പ്രത്യാശ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യത്തിലില്ലാത്ത വിധം ജനമെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ധാരാളം കരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനിടയായി. അത്തരുണത്തിൽ ഒരു ഹൈന്ദവ സ്ത്രീ, വലിയ പരിചയമോ അറിവോ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ത്രീ, ഞങ്ങൾ എന്തിനാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാതെ ദേവാലയ നിർമ്മാണത്തിന് സംഭാവന സ്വീകരിക്കാൻ വേണ്ടി പോയ ഞങ്ങൾക്ക് സംഭാവന നൽകാൻ തയ്യാറായി. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് വെറും 12 രൂപയായിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ ആ സ്ത്രീ ഈ സംഭാവന നൽകിയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമായി. പരിശുദ്ധ അമ്മ സംഭാവന നൽകിയതുപോലെ ഞങ്ങളത് സ്വീകരിച്ചു. തുടർന്ന് അങ്ങോട്ട് ധാരാളം പേര് കൈയയച്ച് സഹായിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടായി. ദേവാലയ നിർമ്മാണം മനോഹരമായിട്ട് പൂർത്തിയാക്കാനും അതോടനുബന്ധിച്ച് തന്നെ വൈദിക മന്ദിരത്തിൻ്റെ പണികൾ പൂർത്തിയാക്കാനും സാധിച്ചു. കാർഷിക വിലത്തകർച്ചയുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ദേവാലയം നിർമ്മിക്കുക അസാധ്യമായ കാര്യമായിരുന്നുവെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഇടപെടലുമൊക്കെ ദൈവജനത്തിൻ്റെ വളർച്ചയിൽ വലിയ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു ആലയം, പ്രാർത്ഥിക്കാനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് ഒരു നല്ല ആലയം നിർമ്മിക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം സഫലമായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഇടപെടലും കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ ധാരാളം പേർക്ക് സൗഖ്യവും അനുഗ്രഹമൊക്കെ നൽകിയ കാലഘട്ടമായിരുന്നു അത്. ദേവാലയത്തിൻ്റെ മുൻപിൽ തന്നെ മനോഹരമായ ഗ്രോട്ടോ നിർമ്മിക്കപ്പെട്ടു. പള്ളിയിൽ വരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കും പോലെ അമ്മയുടെ സാന്നിധ്യം എല്ലാവർക്കും പ്രചോദനമായിരുന്നു. തുടർന്ന് ഞാൻ അവിടെ നിന്ന് യാത്രയായി സ്ഥലം മാറി വീണ്ടും ഫാത്തിമ മാതാവ് നാമത്തിലുള്ള തെനേരി ഇടവകയിലേക്ക് വികാരിയായിട്ട് കടന്നു വന്നു. അവിടെയും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയുടെ സഹായം തേടാനും എനിക്ക് പ്രചോദനമായി തീർന്നു. 2004 രാജ്യാന്തര തീർത്ഥാടക സ്വരൂപം ഫാത്തിമയിൽ നിന്നും കേരളത്തിലും മാനന്തവാടിയിലും ബത്തേരിയിലുമൊക്കെ എത്തിയത്. സുൽത്താൻ ബത്തേരിയിലുള്ള പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപത്തോട് സ്വീകരണ ദിവസം ധാരാളം വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് ബലിയർപ്പണത്തോടു കൂടിയാണ് ആ തീർത്ഥാടക സ്വരൂപത്തിന് സ്വീകരണം നൽകിയത്. ധാരാളം വൈദികർ അവിടെ ഒരുമിച്ച് കൂടിയെങ്കിലും അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, പ്രധാന കാർമ്മികത്വം വഹിക്കുവാൻ ഉള്ള അവസരം എനിക്കാണ് ലഭിച്ചത്. അത് വലിയൊരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പരിശുദ്ധ അമ്മ എന്നെ പ്രത്യേകമായിട്ടും തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചു. ധാരാളം പേർ പരിശുദ്ധ അമ്മയെ ഒന്ന് വണങ്ങുവാനും തൊട്ട് പ്രാർത്ഥിക്കുവാനും ആ തിരുസ്വരൂപം ഒന്ന് കാണുവാനും ആഗ്രഹിച്ചപ്പോൾ അന്ന് പ്രധാന കാർമ്മികത്വം വഹിച്ച് ബലിയർപ്പിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ പ്രത്യേകമായിട്ടും തിരഞ്ഞെടുത്തു. തെനേരി ഫാത്തിമ ഇടവക ദേവാലയത്തിലേക്ക് വികാരിയായിട്ട് ഞാൻ വന്നപ്പോൾ അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. ഞാൻ മാനന്തവാടി രൂപതയിലെ 3 ഇടവകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഈ 3 ഇടവകളും പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ്. അത് പരിശുദ്ധ അമ്മയോട്, ഫാത്തിമ മാതാവിനോട് പ്രത്യേകമായ ഒരു ഭക്തി വർദ്ധിപ്പിക്കുവാൻ എനിക്ക് അവസരമായി തീർന്നു. ഫാത്തിമ ദർശനത്തെക്കുറിച്ച് പഠിക്കാനും ഫാത്തിമ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും എനിക്ക് ഈ കാലഘട്ടം ഉപകരിച്ചു. തെനേരി ഇടവകയിലെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം അത് പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കണമെന്ന വലിയ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു.
അതിനുവേണ്ടി പരിശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആ ഇടവകയുടെ അംഗമായി ആയിരുന്ന ബഹുമാനപ്പെട്ട സത്യാനന്ദ നെല്ലിക്കാട്ടിൽ അച്ഛൻ്റെ സഹായത്തോടെ പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്ന് ഒരു തിരുസ്വരൂപം തെനേരിയിൽ എത്തിക്കുകയും ആ തിരുസ്വരൂപം മാനന്തവാടി രൂപതയുടെ അധ്യക്ഷനായ അഭിമന്യ മാർ ജോസ് പുരന്തൻ്റെ പിതാവിൽ നിന്ന് വെഞ്ചരിച്ച് മാനന്തവാടിയിൽ നിന്നും വലിയ ആഘോഷമായിട്ട് ആ തിരുസ്വരൂപത്തെ ദേവാലയത്തിലേക്ക് തെനേരിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭം എന്നും പച്ചയായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നു. ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ആ രൂപം കൊണ്ടുവന്നത്. അലങ്കരിച്ച രഥത്തിൽ ധാരാളം ആളുകൾ വിശ്വാസികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആ തിരുസ്വരൂപം തെനേരിയിലെത്തിയത്. തെനേരിയിലെത്തിയ ആ തിരുസ്വരൂപത്തിന് അഭൂതമായ ജനക്കൂട്ടത്തിൻ്റെ വരവേൽപ്പോടെ സ്വീകരണം നൽകി ദേവാലയത്തിലേക്ക് ആനയിച്ചു. ആ തിരുസ്വരൂപ പ്രതീക്ഷിച്ചതിന് ശേഷം ആ ഇടവകയിൽ വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഇടവക സമൂഹത്തിൽ ഏറ്റവും മാറ്റമുണ്ടായത് അവിടെ വലിയൊരു കൂട്ടായ്മ വർദ്ധിച്ചു എന്നുള്ളതാണ്. ജപമണികളെ പോലെ ഒരു കുടുംബത്തെ അംഗങ്ങളെ പോലെ ദേവാലയത്തിലെ എല്ലാ വിശ്വാസികളും പരസ്പരം ധാരണയിലും ഐക്യത്തിലും കൂട്ടായ്മയിലുമൊക്കെ ജീവിക്കുന്ന സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു തെനേരി ഇടവകയുടെ കാലഘട്ടം. അത് എനിക്ക് വലിയ അനുഗ്രഹമായി തീർന്നു. ആ ഇടവക സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാനും ബലിയർപ്പണത്തിൽ ഒന്നുചേരുവാനും വന്ന ആ കാലഘട്ടം അത് ആ ഇടവകയുടെ നന്മയുടെ കാലഘട്ടമായിരുന്നു, ഉയർച്ചയുടെ കാലഘട്ടമായിരുന്നു. ആ ഇടയ്ക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ആ സ്വരൂപത്തിന് സ്വീകരണം നൽകിയ അവസരത്തിൽ വലിയ ഒരു അനുഭവമുണ്ടായി ഞാൻ ഓർക്കുകയാണ്. തിരുസ്വരൂപം സ്വീകരിക്കാനുള്ള ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അവിടെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളുമൊക്കെ നടക്കുകയാണ്. ധാരാളം ഇടവക അംഗങ്ങൾ പള്ളി പരിസരത്തുണ്ട്. എല്ലാവരും പള്ളി പരിസരം വൃത്തിയാക്കാനും അലങ്കരിക്കാനുമൊക്കെ ചേർന്നതാണ്. എന്നാൽ ആ ദിവസങ്ങളിൽ മുഴുവനും നല്ല ശക്തമായ മഴ പെയ്യുന്ന അവസരമായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ശക്തമായ മഴ പെയ്തിരുന്നു. അപ്പോൾ ആളുകൾ പരസ്പരം ആലോചിച്ചു, നാളെ ഇതുപോലെ മഴയാണെങ്കിൽ നാം ഒരുക്കുന്ന ഈ അലങ്കാരങ്ങളും ചെയ്യുന്ന ഈ വേലകളുമൊക്കെ വ്യർത്ഥമാകില്ലേ എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നാം സന്തോഷത്തോടെ ചെയ്യുക. മഴ നിയന്ത്രിക്കാനോ മഴ വരുത്താനോ നമുക്ക് സാധ്യമല്ല. അതൊക്കെ പരിശുദ്ധ അമ്മ ചെയ്തുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിശ്വാസികളും ഒരുക്കങ്ങൾ നടത്തി. പിറ്റേ ദിവസം പക്ഷേ സുന്ദരമായ കാലാവസ്ഥയായിരുന്നു. മഴയില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം, നല്ല വെയിലുള്ള അന്തരീക്ഷം. അതെല്ലാവർക്കും വലിയ അനുഭവമായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, കാലാവസ്ഥ മാറി, മഴ മാറി, അത് ഒരു അത്ഭുതമല്ല എന്ന്. എന്നാൽ പിറ്റേ ദിവസം ഈ തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം വീണ്ടും ആ സമയത്ത് ആ പ്രദേശത്ത് നല്ല മഴയുണ്ടായി. അപ്പോൾ ആളുകൾ വിശ്വാസമായി, നാം പ്രാർത്ഥിച്ചതിന് പേരിലാണ്, പരിശുദ്ധ അമ്മ ഇടപെട്ടതിന് പേരിലാണ് കാലാവസ്ഥ മാറിയതും മഴ മാറി നിന്നതും. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ കാലാവസ്ഥയും മാറുമെന്നും കാലാവസ്ഥ വ്യതിയാനം വരുമെന്നും പ്രാർത്ഥന പരിശുദ്ധമ കേൾക്കുമെന്നുള്ള വലിയ വിശ്വാസം വിശ്വാസികൾക്കുണ്ടായി. അതെല്ലാവർക്കും പ്രചോദനമായി തീർന്നു. അവിടെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സഹന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല പടവയിലൂടെ മുട്ടുകുത്തി നടന്ന് ആളുകൾ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിലൂടെ അനേകർക്ക് സൗഖ്യമുണ്ടാകുന്നു, അനുഗ്രഹമുണ്ടാകുന്നു, ജോലി ലഭിക്കുന്നു, വിവാഹങ്ങൾ നടക്കുന്നു. ഇതൊക്കെ അവർക്ക് അനുഭവമാണ്. ധാരാളം പേർക്ക് വിശ്വാസത്തിൽ വളരാനുള്ള ഒരു സാഹചര്യവും അതിലൂടെ ഉണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മ ഓരോരുത്തരെയും സ്പർശിക്കുകയും അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്ത അനുഭവങ്ങൾ ധാരാളം പേർ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ അത്ഭുതങ്ങളും നമുക്ക് അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും വിശ്വാസം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ലഭിക്കുമെന്നും നമുക്ക് സൗഖ്യമുണ്ടാകുമെന്നുള്ള വിശ്വാസം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രേരണയാണ്. നമ്മളെല്ലാ കുടുംബങ്ങളിലും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ജപമാല ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരിക്കലും നാശമുണ്ടാവുകയില്ല, തകർച്ച ഉണ്ടാവുകയില്ല, വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് സഹായമായി നിൽക്കുന്നു. കർത്താവ് തന്നെയാണ് ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. രക്ഷാകര രഹസ്യങ്ങളെയാണല്ലോ നമ്മൾ ധ്യാനിക്കുക ജപമാലയിലൂടെ. അതുകൊണ്ട് കർത്താവ് തന്നെ നേരിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇടപെടുകയും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തിജീവിതങ്ങൾക്കുമൊക്കെ നന്മയും അനുഗ്രഹം വരുത്തുകയും ചെയ്യുകയാണ്.
സ്നേഹരാഗം നീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ, സ്നേഹമാം പ്രശോഭ വിതറും താരമാണു നീ, സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധിയെ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധിയെ.